ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കർമൂസ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനെന്താ ഇവിടെ നല്ലോണം പഴുത്ത ഒരു കർമൂസയാണ് എടുത്തേക്കുന്നത്. നല്ലോണം പഴുത്ത കർമൂസ തന്നെ എടുക്കാൻ ശ്രദ്ധിച്ചോളണേ. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് അവിലാണ്. ഞാനിതിപ്പോൾ ഒരു പാക്കറ്റ് അവിൽ വാങ്ങിയിട്ടുണ്ട്. ഒരു പാക്കറ്റൊന്നും വേണ്ട, കുറച്ച് അവിൽ മതിയാവും കേട്ടോ. അപ്പം ഞാൻ ഈ കർമൂസ മൊത്തം എടുത്തിട്ട് ഉണ്ടാക്കി കാണിച്ചു തരുന്നില്ല, പകുതി എടുത്തിട്ട് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ അവിലല്ലേ ഒരു പാനിലോട്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കണം. ഇതാ ഞാനിവിടെ ഒരു പാനിലോട്ട് ഇട്ടിട്ട് നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. അവിലിൻ്റെ അടിയൊക്കെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകില്ലെങ്കിൽ. ഇതിപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടൊന്നും കിട്ടണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. നമുക്ക് കയ്യിലെടുക്കുന്ന സമയത്ത് നല്ലോണം മുറിഞ്ഞിട്ട് ഇങ്ങനെ പെട്ടെന്ന് മുറിക്കാൻ പറ്റില്ലേ, ആ ഒരു പാകത്തിലായാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു കൺസിസ്റ്റൻസിയിലോട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിപ്പം ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് തണിഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുകയാണേ വേണ്ടത്. ഇതാ ഞാനിപ്പോൾ നല്ലോണം ഒന്ന് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടും. നമ്മൾ ചൂടാക്കിയാവലല്ലേ, പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടില്ലേ. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ കർമൂസല്ലേ, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ ചെറുതായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ട്. സെയിം ജാറിലോട്ട് തന്നെയാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട, ഇതൊന്ന് ഫൈനായിട്ട് അടിച്ചെടുത്താൽ മതിയേ. ഇതിപ്പോൾ നല്ലവണ്ണം ഞാൻ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. സെയിം ജാറായതുകൊണ്ട് അവലിൻ്റെ പൊടിയൊക്കെ നമ്മുടെ ഈ ജ്യൂസിൻ്റെ അകത്തേക്ക് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കറുത്ത കുത്തൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ഇനിയിപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് ഞാനത് ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് നമ്മുടെ ജ്യൂസ് ഉണ്ടല്ലോ അതിങ്ങനെ അതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഇതൊന്ന് ഇളക്കിയെടുക്കണേ. ഇതിപ്പോൾ ഒരു ഐസ്ക്രീമിൻ്റെ ഒക്കെ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ നല്ലോണം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ശ്രദ്ധിച്ചോളണേ, ഇത് പെട്ടെന്ന് അടുക്കി പിടിച്ചു വന്ന സംഭവമാണ്. അപ്പം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതിയേ. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിപ്പോൾ ഒന്ന് തിളച്ച് വന്ന സമയത്ത് ഇതിൻ്റെ കളറൊക്കെ മാറി ഇപ്പോൾ ഒരു യെല്ലോ കളറിലോട്ട് മാറിയിട്ടുണ്ടേ. അപ്പോൾ പിന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഒന്നും കൂടെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലോട്ടൊരു ഒരച്ച് ശർക്കര അതും കൂടെ ഇട്ട് കൊടുക്കണം. അതിങ്ങനെ പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തതാണ്. അതും കൂടെ നല്ലോണം ഒന്നിങ്ങനെ മിക്സാക്കി എടുത്താൽ മതി. ഇനി ഇതിപ്പോൾ ഒന്ന് നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് വീണ്ടും ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി കിട്ടും. പിന്നെ ഇതാ നമ്മുടെ ശർക്കരയല്ലേ അതിൻ്റെ കളറായി മാറിയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ നല്ലോണം ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അതിപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളണം കേട്ടോ. ഇപ്പോൾ ഫോൺ മേലൊക്കെ നല്ലോണം ഇങ്ങനെ തെറിച്ച് വരുന്നുണ്ട്. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് 1 ടീസ്പൂൺ ഏലക്കായും നമ്മുടെ ജീരകവും ഇല്ലേ അതും കൂടെ പൊടിച്ചതാണ്. അതും കൂടെ ഇതിലോട്ട് ഇട്ടിട്ട് നല്ലോണം ഇങ്ങനെ മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തോട്ടും എത്തിക്കോട്ടെ, നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് കുറച്ച് തേങ്ങയാണ്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് തേങ്ങ കൂട്ടിയെടുക്കാം. തേങ്ങ കൂടുതലാകുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതും കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള അവിലില്ലേ അതിങ്ങനെ കുറച്ചായി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് വേണ്ടത്. ഞാനിപ്പം കുറച്ച് അവിലിൻ്റെ പൊടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. മിക്സ് ആവുന്നതിനെക്കാട്ടിലും പിന്നെയും നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ബാക്കി അവിലില്ലേ അതും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയേ. എന്നിട്ട് നല്ലോണം നമുക്കൊന്ന് മിക്സാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്വീറ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള സ്വീറ്റാണ് ഇത്. ഇനി ഇതിപ്പോൾ നമുക്ക് അധികം തണിയാനൊന്നും നിൽക്കണ്ട. നമ്മുടെ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ചൂടില്ലേ, ആ ചൂടാകുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഉണ്ടയുടെ ഷേപ്പിൽ ഇങ്ങനെ ബോൾസാക്കി എടുക്കാം. ഇതിപ്പോൾ കാണുന്ന സമയത്ത് നമ്മുടെ അരിയുണ്ട പോലെ തന്നെ ഉണ്ട് അല്ലേ, പക്ഷേ സംഭവം ഇത് അരിയുണ്ടതിനേക്കാളും ടേസ്റ്റുള്ള ഒരു സ്വീറ്റാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റല്ലേ. അരി കൊണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കഷ്ടപ്പാടുണ്ട് അല്ലേ, പക്ഷേ ഇത് നമുക്ക് പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ മക്കൾസൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് സ്വീറ്റ് വേണമെന്ന് പറയുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.